അപ്പൊ ഇന്ന് നമ്മളെ കസിൻ ബ്രദർ അബ്ഷു ഗൾഫിൽ പോവാന്ന് ഭയങ്കര സങ്കടമാണ് കേട്ടോ, സന്തോഷവും ഉണ്ട്, രണ്ടുണ്ട്. ഇത് നമ്മളെ മീലാന്ന് കേട്ടോ. മീലാക്ക് വ്ളോഗിൽ വരണം എന്ന് പറഞ്ഞ്, അല്ല മീല യൂട്യൂബ് ചാനലിൽ വ്ളോഗിൽ വരണം എന്ന് പറഞ്ഞല്ലേ നീ? അബ്ഷിച്ച പോലെ ആയില്ലേ? അബ്ഷിച്ച പോലെ സങ്കടം ഉണ്ടാ? സങ്കടം ഉണ്ടാ? ഉണ്ടാ? മിസ്സാവൂല്ലേ അബ്ഷിച്ച? നമുക്ക് മിസ്സാവൂലേ? ഇത് അബ്ഷിന്റെ പെങ്ങഫ്രാണ് കേട്ടാ. അവൾക്ക് യൂട്യൂബ് ചാനലിൽ വരാൻ ഭയങ്കര മടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളെന്താ ഞാൻ കൊണ്ടുവരും, അത് പറക്കാരും. നമ്മ ഇനി അടുത്തവിടെ അഫ്ര ട്രിപ്പ് പ്ലാൻ ആക്കുന്നുണ്ടോ അറിയില്ല. അഫ്ര നിനക്ക് അബ്ഷു പോകുന്നതിന് ബേജാറുണ്ടാ? നല്ല ബേജാറുണ്ട് കേട്ടാ. എന്തിട്ട് ബേജാറുണ്ട്? നല്ലോളം കഴിയാറ്റോ. അപ്പൊ അബ്ഷു ഉണ്ടല്ലേ, ഓന് പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. അങ്ങനെ നമ്മളോടൊക്കെ യാത്ര പറയുന്നുണ്ട്. വല്ലാത്തൊരു വേദനയുള്ള നിമിഷമാണ് കേട്ടോ. ഇപ്പം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുള്ളത് എന്ന് വെച്ചാൽ അബ്ഷറും നമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബോണ്ടാണ് കേട്ടോ. ഓൻ്റെ ഉപ്പാനെ കെട്ടിപ്പിടിച്ച് പോകുന്ന യാത്ര പറയുന്നതാണ്. അതുപോലെ ഉപ്പപ്പാനെ, പിന്നെ അതേപോലെ എൻ്റെ ഉപ്പാനെ, അങ്ങനെ എല്ലാവരോടും ഓന് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമാണ് കേട്ടോ. വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എന്ന് വെച്ചെങ്കിൽ ഇനി ഇൻഷാ അല്ലാ നാട്ടിലേക്ക് വന്നിട്ടാവണം ഇനി ഇതേപോലെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഉപ്പാനോട് ഭയങ്കര യാത്ര പറഞ്ഞാലും തീരുന്നില്ല എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ അവസാനം കാറിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മളോടെല്ലാം സലാം പറഞ്ഞിട്ടും പോകുന്നതെന്ന് പറഞ്ഞിട്ടും. അപ്പോൾ എന്താ വെച്ചെങ്കിൽ നമുക്ക് ഭയങ്കര ഫീലായിട്ടുണ്ട്. എൻ്റെ ബ്രദർ പോകുന്നതിനേക്കാളേറെ വേദനയായിട്ടുള്ളത് എനിക്ക് അബ്ഷു പോകുന്ന സമയത്താണ്. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം. ഇപ്പം കാണുമ്പോൾ ഉണ്ടല്ലേ എന്തോ ഒരു സങ്കടം പോലെ.